ഗൈസ് ബൈ വിത്ത് ഫോറസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാനല്ലേ വീഡിയോ എടുക്കാൻ പോകുന്നത്, എൻ്റെ കസിൻ സിസ്റ്റർ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ മറക്കാതെ ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് പത്തനംതിട്ടയിലെ കരിമാന്തോട് എന്ന സ്ഥലത്തിലെ കുറിച്ച് കുറച്ച് അവിടെ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് ഇതാണ് ഞാൻ കാണിച്ചു തരുന്നത്. വൈബസ് ഒക്കെ സ്ഥലങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ സ്ഥലങ്ങളൊന്നുമില്ല, റബ്ബറും തോട്ടമൊക്കെയാണ്. എന്നാലും അത് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഷെയറൊക്കെ ചെയ്യുക, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പ്ലീസ്. ഓക്കെ, അപ്പം നമുക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ജസ്റ്റ് കുറച്ച് കാഴ്ചകളാണ്. അത്ര വലിയ രസമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് റബ്ബറും തോട്ടമാണ്. അപ്പം നമ്മൾ അത് കാണിച്ചു തരാൻ പോവുകയാണ്. വേണ്ട, അപ്പോൾ ഇന്ന് ഈ ഒരു കുഞ്ഞു വീഡിയോ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ഒരു സ്ഥലത്തിൻ്റെ ഇച്ചിരി വീഡിയോ ഉള്ളൂ. നാളെ നല്ല സെറ്റ് ഷോർട്സ് വീഡിയോ വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, വാ നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ ഇവിടെ വലിയ ചൂടൊന്നുമില്ല കേട്ടോ. നല്ല തണുപ്പാണ്, നല്ല തണുപ്പുള്ള സ്ഥലമാണ്. ഓക്കെ, അപ്പം ഇവിടെ ആണെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ പേര് പൂച്ചക്കുളം എന്നാണ്. ഇതിപ്പോൾ 2 സ്ഥലമുണ്ട്. ഒന്ന് തൂമ്പാക്കുളം, ഇത് പൂച്ചക്കുളമാണ്. അക്കരെ ഇക്കരയാണ് കേട്ടോ. അപ്പോൾ വേണ്ട, അത് ഞങ്ങളുടെ അക്കരെ സ്ഥലമാണ്. അപ്പം ഇതിലെ കൂടെ വണ്ടിയൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ ഇത്. ഓക്കെ, വാ, ഇത് ഞങ്ങളുടെ റബ്ബറൊക്കെയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരുക ഗൈസ്. ഈ ഒരു പൂ കണ്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളിതിങ്ങനെ പറത്തി വിടുമ്പോൾ ഇങ്ങനെ കാറ്റ് തൂതും കണ്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചെടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് ഈ ചെടി ഇങ്ങനെ പറിക്കണം. ഇത് ഞാൻ നുജുവലിന് കൊടുത്തേ. ഇതൊന്ന് ഊതിക്കടാ. നിലയിൽ നോക്കണേ, അത് കാണാൻ പറ്റുമെന്ന് തോന്നത്തില്ല, എന്നാലും അത്ര ക്ലിയർ അല്ല. എടാ, ഇതൊന്ന് ഊതിക്കേ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ അത്ര ക്ലിയർ അല്ല, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. കുഞ്ഞു പൂക്കളാണ് പോകുന്നത് ഗൈസ്. ഇത് ഉണക്കലാണ് കേട്ടോ. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അത്ര നല്ലൊരു രസമൊന്നുമില്ല, ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന പോലെ ചെയ്യുന്നുള്ളൂ. ഇന്ന് സന്ധ്യയൊക്കെ ആയില്ലേ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കണ്ടോ, ഇത് കണ്ടോ, ഈ ചെടിയാണെങ്കിൽ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഇത് ഉണങ്ങുന്നതിന് മുമ്പ് നല്ല വെള്ള പൂക്കളാണ് കേട്ടോ. നല്ല സെറ്റാണ് ഇതൊക്കെ കാണാൻ. ഓക്കെ ഗൈസ്, വരൂ. അപ്പം നമുക്ക് നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. വേണ്ട, ഇതിലെ കൂടെ ഓട്ടോ ഒക്കെ പോവുകയാണ്. അപ്പോൾ വാ. ദേ, അപ്പം നമ്മൾ റബ്ബർ കഴിഞ്ഞു. ദേ, വീട്ടിലോട്ടുള്ള സ്റ്റെപ്പ് കയറുവാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ വീട്ടിലോട്ട് കയറുന്നത്. ഇതാണ് എൻ്റെ വീട്. ഓക്കെ, ദേ ഞങ്ങളുടെ ജുവാൻകുട്ടനാണെങ്കിൽ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഒരു ഹായ് പറഞ്ഞേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ടാറ്റ കൊടുത്തേ. അപ്പോൾ ജുവാൻ നമുക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട്. ഇനി അടുത്ത കാഴ്ചയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഗൈസ്, ഇവിടെ ഞങ്ങൾ തുണി അലക്കുന്നതാണ് കേട്ടോ. ഇത് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് ഇങ്ങനത്തെ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മേളിലും കുറേ വീടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇവിടെ കുറച്ച് പൂവൊക്കെ ഉണ്ടായിരുന്നു. ഉണക്കൊക്കെ ആയതുകൊണ്ട് അതൊക്കെ പോയി. അപ്പോൾ ഗൈസ്, ഇത് എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മണ്ട ഞങ്ങൾ കയറി അവിടെയുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലേ, അക്കരെ ഇവിടെ കുറേ മലകളും കുറേ ഇതൊക്കെയാണ്, എന്തുവാ, ചെടികളും മരങ്ങളുമാണ്. അപ്പം ഞങ്ങളുടെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഈ മലയുടെ മേളിലാണ് മൂർത്തിമണ്ണ് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ചേക്കുന്ന മല മൂർത്തിമണ്ണാണ് കേട്ടോ. ഇത് തൂമ്പാക്കുളവും. ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ. പിന്നെ ഇവിടെ തന്നെ അടുത്തൊരു വാട്ടർഫോൾസ് ഉണ്ട്. അതിൻ്റെ വീഡിയോ നമുക്ക് ഇടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഉടനെ ഇട്ടേനെ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഞങ്ങളുടെ പെരയുടെ മണ്ടയ്ക്ക് കയറിയുള്ള കാഴ്ചകളാണ് കാണിച്ചു തരാൻ പോയത്. മൊത്തം റബ്ബറും തോട്ടമാണ് കേട്ടോ. പിന്നെ അതുപോലെ ആനയും പുലി ഇറങ്ങുന്ന ഒരു സ്ഥലവും കൂടെയാണ്. ബട്ട് നമുക്കിവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മേളിലാണ് നമ്മുടെ ഈ സ്ഥലത്തിന് മേലെ പൂച്ചക്കുളമുണ്ട്. ഇതിൻ്റെ മേളിൽ അവിടെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. ഇത് ഞങ്ങളുടെ ബാക്കി ടെറസിന് മണ്ടയിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. എന്നെ കണ്ടപ്പോഴേ ഒരുത്തി കുരയ്ക്കാൻ തുടങ്ങിയത്. അവളുടെ പേര് കല്യാണി എന്നാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അമ്മയുടെ ഡോഗാണ്. കല്യാണി എന്നാണ് പേര്.
ഇവിടെ കുറേ വീടാണ് കേട്ടോ. അതിൻ്റെ മണ്ടയ്ക്കും വീടുണ്ട്. വലിയതായിട്ട് കാണിക്കാൻ പറ്റത്തില്ല, എന്നാലും കണ്ടല്ലോ, അതുകൊണ്ട് വലിയ വീടാണ്. അതുകൊണ്ട് ഇത് പിന്നെ ഞങ്ങളുടെ ഒരു ഇതാണ്. നമ്മൾ ചെടിയും അങ്ങനെയുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നടന്നാണ്. ഇപ്പോൾ ഒന്നും ഇല്ല, വെയിലായതുകൊണ്ടെല്ലാം ഉണങ്ങിപ്പോയേക്കുവാണ്. അപ്പോൾ ഇന്ന് ഇത്രയുള്ള എൻ്റെ വീഡിയോ. അപ്പം നാളെ നമ്മൾ നല്ലൊരു വൈബ് വീഡിയോ എടുക്കാനാണ് പ്രതീക്ഷിച്ചേക്കുന്നത്. കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല. അപ്പം നാളെ നല്ലൊരു വീഡിയോ എടുക്കണമെന്നാണ് എൻ്റെ ഉദ്ദേശം. നടക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബൈ പറ. അപ്പോൾ ഗൈസ് ബൈ.